ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതെനിക്ക് ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളതാണ്. മാം, ഹൗ മച്ച് ഗുഡ് ആൻഡ് സേഫ് ഈസ് ലവ് അഫെയർ ഇൻ ടീനേജ് ആൻഡ് പ്രൈവറ്റ് കോൾസ്? ഒരു വീഡിയോ ചെയ്യാമോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇതൊരു ടീനേജർ ആണ് എന്നുണ്ടെങ്കിൽ ഈ കുട്ടി വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഈ കുട്ടിക്ക് ചില കൺഫ്യൂഷൻസും അല്ലെങ്കിൽ ഡൗട്ട്സും ഉണ്ടാവും. പലരിൽ നിന്നും പല ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പം കുറച്ചും കൂടി ഒരു നല്ല അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒരു വിദഗ്ധ ഉപദേശങ്ങൾ ഒക്കെ സ്വന്തമായിട്ട് കുട്ടീനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കുട്ടി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പം മറ്റ് സിബ്ലിങ്സിനോ മക്കൾക്കോ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ്. എനിവേസ്, താങ്ക്സ് ഫോർ ദി ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരുപാട് പേർക്ക്, അതായത് ടീനേജേഴ്സിനായാലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കായാലും അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിനായാലും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ടീനേജ് ലവിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ടീനേജിൽ ഉണ്ടാകുന്നത് ഒരു ലവ് അല്ല, ഇറ്റ്സ് ജസ്റ്റ് എ റൊമാൻസ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ. നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ കുഞ്ഞു പ്രായത്തിൽ നമുക്കൊരു ടോയ്, ഇപ്പൊ ആൺകുട്ടികൾക്കാണെങ്കിൽ കാറ് അല്ലെങ്കിൽ പ്ലെയിൻ, ഇങ്ങനെയുള്ള വസ്തുവിനോട് താല്പര്യം. കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ടീനേജ് അല്ലെങ്കിൽ ഒരു അഡോളസൻസ് ഏജ് ഒക്കെ ആകുമ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങൾ മാറും. നമ്മൾ കുഞ്ഞിലെ കളിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളായിരിക്കത്തില്ല നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ടീനേജ് ഒക്കെ ആവുമ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങൾ മാറും. അതുപോലെ കുഞ്ഞിലെ നമ്മൾ ചോദിക്കും എന്താകാനാണ് ആഗ്രഹം. അപ്പോൾ എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് പൈലറ്റ് ആവണം. ആ ഒരു ഇതായിരിക്കില്ല നമ്മളൊരു +1 +2 അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ സിറ്റുവേഷനും നമ്മളുടെ ഡ്രീമും ഒക്കെ മാറി മറിയും. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു ടീനേജ് എന്ന് പറയുമ്പോൾ ഒരു 16, 17, 18 ആ ഒരു വയസ്സിൽ ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയാം, ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോട്, ടീനേജിൽ തന്നെ ഉള്ള ആൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു 20 വയസ്സ് വരെ പ്രായമൊക്കെ ഉള്ള ഒരു പയ്യനോട് ഇഷ്ടപ്പെടും. പക്ഷെ അങ്ങനെ അവർ ആ ഒരു കാണുന്ന ഫിസിക്കൽ അപ്പിയറൻസ് അല്ല, ആ ഒരു അട്രാക്ഷന്റെ പുറത്ത് ചിലപ്പോൾ അവരുടെ ഒരു ഹൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ഒരു സൗന്ദര്യമായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും, ചിലപ്പോൾ അവരുടെ ഒരു വോയിസ് മോഡുലേഷൻ ആയിരിക്കും. ഇതൊക്കെ ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ഒരു ടീനേജിൽ കാണുന്ന ഈ സൗന്ദര്യം ആയിരിക്കത്തില്ല ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ കാണുന്നത്. അവരുടെ ഫിസിക്കലി ഉള്ള അപ്പിയറൻസിന്റെ മാറ്റം വരും. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾക്ക് ഒരു ഇപ്പൊ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പ്രണയം തോന്നുന്നത് ഒരു 20, 22, 23 വയസ്സ് വരെ മാക്സിമം ഉള്ള ആളുകൾക്കായിരിക്കും. പക്ഷെ കാലക്രമേണ നിങ്ങളുടെ പ്രായം അതിക്രമിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഇഷ്ടങ്ങൾ അവിടെ നിൽക്കില്ല. അതിലും കുറച്ചുകൂടെ മെച്ചുവർ ആയിട്ടുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീയോടായിരിക്കും നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ ഒന്നിൽ ഉറച്ചു നിൽക്കാതെ മാറി 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 പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ടീനേജിൽ കാണുന്ന പ്രണയം ഇസ് ജസ്റ്റ് എ റൊമാൻസ് അല്ലെങ്കിൽ ഒരു ഇൻഫാക്ച്വേഷൻ. ആ സമയത്ത് കാണുന്ന ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ തിങ്ങിനോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ മാത്രമാണ്. അപ്പൊ ആ ഒരു അട്രാക്ഷന്റെ പുറത്ത് ഞാൻ ഇവനെ കെട്ടും അല്ലെങ്കിൽ ഞാൻ ഇവളെ കെട്ടുള്ളൂ എന്ന് നിങ്ങൾ ശബ്ദം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവും ഇത് ഞാൻ കാണിച്ച ഒരു ശുദ്ധ മണ്ടത്തരം മാത്രമാണെന്ന്. കാരണം നമ്മളുടെ ആ ചെറിയ പ്രായത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും പിന്നീട് നമുക്ക് മെച്യൂരിറ്റി ഉണ്ടാകുന്ന സമയത്ത് തെറ്റാണ് എന്ന് നമുക്ക് എന്നെ ബോധ്യമാവും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ടീനേജിൽ കാണുന്ന ഒന്നും ശാശ്വതമല്ല എന്ന് പാരന്റ്സ് ആയാലും അധ്യാപകരായാലും മുതിർന്നവരായാലും പറഞ്ഞിരുന്ന കാര്യം. അതുകൊണ്ടാണ് നമുക്ക് തോന്നും എന്താണ് എന്റെ കണ്ണിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാം നല്ലതാണല്ലോ. പക്ഷെ അതല്ല, അതിനും കുറച്ചുകൂടി മെച്യൂരിറ്റി ഉള്ള ആളുകൾ പറഞ്ഞു തരുന്നത്, പാരന്റ്സ് ആയാലും മുതിർന്നവരായാലും പറഞ്ഞു തരുന്നത്, നിങ്ങളുടെ പ്രായം കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. എന്താണോ നിങ്ങളുടെ തോട്ട് പ്രോസസ് അത് ഡെഫിനറ്റ്ലി അനുഭവിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എന്ന നിലയ്ക്കാണ് കുറച്ചെങ്കിലും പ്രായമുള്ള വ്യക്തികൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഒരിക്കലും ടീനേജിലെ ഒരു പ്രണയം നിങ്ങളുടെ പവിത്രമായ പ്രണയമാണ്, അത് ട്രൂ ലവ് ആണ് എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ഇരിക്കുകയേ ചെയ്യരുത്. അത് നിങ്ങളുടെ മാത്രം തോന്നലാണ്, അത് ശാശ്വതമല്ല. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങളുടെ മറ്റെല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്താനായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മാത്രമായിരിക്കും അതിന്റെ ദുഃഖം ഫ്യൂച്ചറിൽ അനുഭവിക്കേണ്ടി വരിക. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു മെസ്സേജ് പോലും നിങ്ങൾ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീനേജ് പ്രണയത്തിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് തോന്നും ഇവരെന്താണ് ഈ കിടന്ന് പറയുന്നത് എന്ന് മാത്രമേ നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങളുടെ മനസ്സിൽ ഉറങ്ങുകയാണെങ്കിലും ഉണർന്നിരിക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു വ്യക്തി മാത്രമായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മറ്റെല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ്, ഒരു ഇറിറ്റേഷൻ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു റൊമാൻസ് ആണ്, നിങ്ങൾക്ക് ഒരു ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നത്. അപ്പം എന്തും ഏതും ആ ഒരു വ്യക്തി മാത്രമായിരിക്കും നല്ലത്. അവരുടെ ആ ഒരു സംസാരം അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള കുറേ ഓർമ്മകൾ
അല്ലെങ്കിൽ നിങ്ങൾ ഡേ ബൈ ഡേ സംസാരിക്കുന്ന കുറെ സ്വപ്നങ്ങൾ, ഇത് മാത്രമായിരിക്കും നിങ്ങളുടെ മനസ്സ് നിറയെ. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, ഒരു പ്യുവർ ലവ് ആണെങ്കിൽ അതിൽ പല കാര്യങ്ങളും ഉണ്ട്. അതിൽ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയും. അതായത് അതിൽ ഒരിക്കലും നമ്മൾ ആ ഒരു കാര്യം മാത്രമല്ല, നമ്മൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കണം, ആ വ്യക്തിയുമായിട്ട് എങ്ങനെ നമ്മൾ മുന്നോട്ട് ജീവിക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും അതിൽ കൂടുതലും വരുന്നത്. പക്ഷെ ഇവിടെ റൊമാൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫാക്ച്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് വേറൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങൾ ആരെയാണോ റൊമാൻറ്റൈസൈസ് ചെയ്യുന്നത് ആ വ്യക്തിയായിരിക്കും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം. മറ്റെല്ലാം നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ തിങ്ക് ചെയ്യുന്ന ലോജിക്കൽ തിങ്കിങ് ആയിരിക്കും. അതായത് എങ്ങനെ അത് വർക്കൗട്ട് ആകാം, വർക്കൗട്ട് ആയതിനു ശേഷം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം, പ്രൊഡക്റ്റീവ് ആയതിനു ശേഷം എങ്ങനെ ഔട്ട്കം അതിൽ നിന്ന് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ലോജിക്കൽ തിങ്കിങ് ആയിരിക്കും നമ്മൾ പ്യുവർ ലവ് എന്ന് പറയുന്നത്. കാരണം അവിടെ എപ്പോഴും നമ്മൾ ഒരു വ്യക്തിയെ നമുക്ക് ഇഷ്ടമാണ്, പിന്നീടുള്ള ഒരു ഫ്യൂച്ചർ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. പക്ഷെ റൊമാൻറ്റിക് ഇൻഫാക്ച്വേഷൻ എന്ന് പറയുമ്പോൾ ആ അപ്പോഴും കാണുന്ന ഒരു അട്രാക്ഷൻ, അതിനപ്പുറം അതിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൊമാൻസ് ആൻഡ് ലവ്. അതുപോലെ ഈ ലവ് എന്ന് പറയുമ്പോൾ പരസ്പരം ഒരു വിശ്വാസം ഉണ്ടാവും, അതിലൊരു ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടാവും, കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും, ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടാവും. ഇതെല്ലാമാണ് പ്യുവർ ലവ്. ആ ലവ് എന്ന് പറയുമ്പോൾ അത് ദീർഘനാളിലേക്കുള്ളതായിരിക്കും. അതിൽ നമ്മുടെ ലൈഫ് മുഴുവൻ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ ഒരു വ്യക്തിയിലാണ്. ഈ ഒരു വ്യക്തിയായിരിക്കും നാളെ നമ്മളുടെ ഫ്യൂച്ചറിലെ തലമുറകൾ ഉണ്ടാക്കേണ്ടത്. അപ്സ് ആൻഡ് ഡൗൺസിന് ഉണ്ടാവേണ്ടത് ഈ ഒരു വ്യക്തിയായിരിക്കും. ഈ വ്യക്തിയിൽ നിന്നാണ് നമ്മളുടെ പുതിയ ജനറേഷൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിങ്ക് ചെയ്ത് അതിന്റെ അപ്സും ഡൗൺസും നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം മനസ്സിലാക്കിയിട്ടും നമുക്ക് അതിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമാണ് നമുക്ക് പ്യുവർ ലവ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അത് ഒറ്റ നിമിഷം കൊണ്ട് ഒരു ടീനേജിൽ ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. ഇപ്പോൾ ടീനേജിൽ നമുക്ക് അങ്ങനെ ഒരു ഇൻഫാക്ച്വേഷൻ തോന്നിയിട്ടുണ്ട്. നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം മനസ്സിലാക്കി നമ്മുടെ എന്തൊരു പ്രശ്നം, നമ്മുടെ ഫാമിലി അണ്ടർസ്റ്റാൻഡ് ചെയ്തു, നമ്മൾ എന്നൊരു വ്യക്തിയെ മനസ്സിലാക്കി നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം തിരിച്ചറിഞ്ഞ് അതിൽ എല്ലാം കൂടെ നിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു പ്യുവർ ലവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം നിങ്ങളിപ്പോ പ്രണയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഒരു ടീനേജ് ലവില് നിങ്ങളുടെ പാർട്ട്ണർ പറഞ്ഞിട്ടുണ്ടാവും നിന്റെ ഏതൊരു അവസ്ഥയിലും ഞാൻ കൂടെ ഉണ്ടാകാം എന്ന്. ഇപ്പൊ തോന്നാം നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പൊ ഇങ്ങനെ ഒരു ലൈഫ് ലോങ് അപ്സ് ആൻഡ് ഡൗൺസിന് കൂടെ ഉണ്ടാകാം, അല്ലെങ്കിൽ നിന്റെ പോസിറ്റീവും നെഗറ്റീവും കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നാം. ഇങ്ങനെയുള്ള എല്ലാ ഹണി ടോക്സും അവരാദ്യം തന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട, ഇങ്ങനെയുള്ള നമ്മുടെ ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് അതൊക്കെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു വാക്കുകൊണ്ട് പറയാൻ പറ്റുമോ? വാക്കുകളും ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ വെറും വാക്കുകൾ പറഞ്ഞ് ഒരാളെ വശത്താക്കുന്നതല്ല ഒരു പ്യുവർ ലവ്. ഈ ഒരു ടീനേജില് ഇങ്ങനെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരു പ്രേമം കിട്ടാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ചിന്തിക്കും ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഇതായിരിക്കും എന്റെ ലൈഫിലെ ഡ്രീം ആണ് ഇയാളായിരിക്കും എന്റെ എല്ലാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളെ ഒന്ന് പ്രേമിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവര് പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. ടീനേജില് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റിയ ഒരു പ്ലഷർ, ഒരു സെക്ഷുവൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു സുഖം, അതൊക്കെ മാത്രമാണ് ഈ ഒരു ടീനേജിൽ ഉണ്ടാകുന്നത്. ടീനേജ് എന്ന് പറയുമ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ ആ ഒരു സെക്ഷുവൽ ഹോർമോൺസ് ഒക്കെ അവർക്ക് ഉണരുന്ന ഒരു സമയമാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ ആണ് ഉണ്ടാവുന്നത്, ഓപ്പോസിറ്റ് സെക്സിൽ നിന്ന് ഒരു അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു സെക്ഷുവൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് പ്ലഷർ, ഒരു സുഖം, അത് മാത്രമാണ്. എനിക്ക് ടീനേജേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രേമം അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ, ആ ഒരു ഇൻഫാക്ച്വേഷൻ ഒരിക്കലും തെറ്റല്ല. അത് നിങ്ങളുടെ ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ് മാത്രം. ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി ആ ഒരു സമയത്ത് നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവനെ പോലെ ഇരുന്ന് കരയുക മാത്രം, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ മാത്രമാണ് ഉണ്ടാവുന്നതെന്ന് പലർക്കും തോന്നിയിട്ടുമുണ്ട്, പലർക്കും തോന്നിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആൻസർ ആണ്. അതായത് നിങ്ങളൊരു കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പല അട്രാക്റ്റീവ് സാധനങ്ങളോടും ഒരു ആകർഷണം തോന്നും. ഒരു കുഞ്ഞു കുട്ടീനെ ഒരു ഗാർഡനിൽ കൊണ്ടുപോകുന്നു, ഏറ്റവും ഭംഗിയുള്ള ഒരു പൂവ് അത് ആദ്യം കയറി പറിക്കും, അല്ലെങ്കിൽ നല്ല ചുവന്ന കളറുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വസ്തുവിനോട് അത് പെട്ടെന്ന് പോയി എടുക്കും. സെയിം. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പ്രായത്തിൽ തോന്നുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് അങ്ങനെ ഒരു അട്രാക്ഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ തീ കാണുമ്പോൾ, കുറച്ച് തിളക്കമുള്ളത് കാണുമ്പോൾ എടുക്കാനായിട്ട് തോന്നുന്നത്. സെയിം തിങ് ആണ് ഇവിടെ ടീനേജിൽ സംഭവിക്കുന്നത്. ടീനേജിൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് അങ്ങനെ ആ ഒരു ഹോർമോണിന്റെ ഒരു ചേഞ്ചസ് കൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നും. അതിൽ കുറച്ച് ഭംഗിയുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് തോന്നും, അല്ലെങ്കിൽ നമ്മളൊന്ന് അനുഭവിക്കാനായിട്ട് തോന്നും. പക്ഷെ ഈ ഒരു ഫേസ് കടക്കും.
ടീനേജ് കടന്നു 23-24 വയസ്സൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രായത്തിൽ ചിന്തിക്കുന്ന ചിന്തകൾ വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ മറ്റു പലതിനോടുമായിരിക്കും നിങ്ങൾക്ക് ആകർഷണം തോന്നുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഓൾറെഡി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ പോയി ഒരു കടുത്ത പ്രണയത്തിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാവുന്ന എല്ലാം നഷ്ടപ്പെട്ടു, അവസാനം നിങ്ങളുടെ തലയിലായി, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ കെട്ടേണ്ടിയൊക്കെ വന്നു. ഒരു 23-24 വയസ്സായ കുറച്ച് മെച്യൂരിറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു അബദ്ധമായിട്ട് തോന്നാറ്. അപ്പൊ എന്ത് ചെയ്യും, അവിടെ നിങ്ങളുടെ നല്ലൊരു പ്രായം, പഠിക്കേണ്ട ഒരു പ്രായം, അല്ലെങ്കിൽ കുറെ നല്ല പ്രൊഡക്റ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു പ്രായം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ആ ഒരു പ്രായത്തിൽ നിങ്ങൾ വലിയൊരു ബേർഡൻ എടുത്ത് തലയിൽ വെച്ചൊരു ഫീലിങ്സ് ഉണ്ടാവും. പിന്നീട് റിയലൈസ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഒരു ലൈഫ് സ്പോയിലായി. പുരുഷന്റെ ആയാലും സ്ത്രീയുടെ ആയാലും ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ആയാലും ഒരു ലൈഫ് അവിടെ സ്പോയിൽ. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ടീനേജിൽ തോന്നുന്ന ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഫാക്ച്വേഷൻ കറക്റ്റ് റൈറ്റ് ആയിട്ടുള്ള ഒരാളിനോടാണോ എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം ഇത് റൈറ്റ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്റെ എല്ലാമാണ്, എനിക്ക് ഇവിടുന്ന് എന്തോ ഒരു പ്രോഗ്രസ് ഉണ്ടാകും എന്ന് തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 5-6 വർഷം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഇത് മാറ്റി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്കത് റൈറ്റ് ആയിട്ടുള്ള ഒരാളാണോ അല്ലയോ എന്ന് നമുക്കിപ്പോ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഒരു 95% കേസസിലും ടീനേജ് പ്രണയങ്ങൾ സക്സസ് ആവില്ല. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നാം, നഷ്ടപ്പെടാവുന്ന എല്ലാം നഷ്ടപ്പെടാം. പിന്നെ അതിന്റെ ഒരു ലവ് ഫെയിലുവർ, ഒരു ഡിപ്രഷൻ, സ്ട്രെസ്, ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഡേ ബൈ ഡേ കാണുന്നുണ്ട്, ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഞാൻ പറയുന്നത്, ആ ഒരു സമയത്ത് കാണുന്ന ഒരു അട്രാക്ഷൻ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഒന്നും കൊണ്ടുവരില്ല. പകരം നിങ്ങൾ കുറെ ഡിപ്രഷനിൽ, നിങ്ങൾ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആവേണ്ട ഒരു പ്രായത്തിൽ നിങ്ങൾ കുറെ സ്വപ്നങ്ങൾ എടുത്ത് തലയിരിക്കുന്നു, ആ ഒരു ഇതിന്റെ പിന്നാലെ പോകുന്നു. നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോകുന്നു. പകരം നിങ്ങൾ ഈ ഒരു ആപ്റ്റ് അല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിച്ചതല്ലാത്ത ആ ഇൻഫാക്ച്വേഷന്റെ പുറത്ത് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ പോകുന്നു. നിങ്ങളെ സ്നേഹിക്കേണ്ട ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, മൊബൈൽ റീചാർജ് ചെയ്യുന്നു, നെറ്റ് റീചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് പോയി കാണുന്നു, അല്ലെങ്കിൽ വീട്ടുകാരറിയാതെ വിളിക്കുന്നു, വീട്ടുകാരറിയാതെ പൈസ എടുത്ത് കണ്ണു വെട്ടിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ സ്വയം നിങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു 24-25 വയസ്സ് വരുമ്പോൾ, മറ്റൊരു ഫേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് കുറ്റബോധം തോന്നരുത്, നിങ്ങൾ റിഗ്രറ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഒരു ഫീലിങ്സ് ഉണ്ടായത് ഒരു ആപ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയോടല്ല. അന്ന് കാണിച്ച ഒരു തെറ്റിന്റെ മേലിൽ ഞാൻ ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്നു എന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ഇന്നത്തെ കുട്ടികൾ എല്ലാവരും നല്ല ബ്രില്യന്റ് ആണ്, അവർക്ക് നല്ല വൈസ് ഡിസിഷൻ എടുക്കാൻ കഴിവുള്ളവരാണ്. അറ്റ് ദ സെയിം ടൈം അവർ കൂടുതൽ വഴിവിട്ട ജീവിതങ്ങളിലേക്ക് പോകുന്നവരുമാണ്. കാരണം ഇന്ന് എല്ലാം ഈസിലി അവൈലബിൾ ആണ്. പണ്ട് എന്റെയൊക്കെ പ്രായത്തില് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ലവ് ലെറ്റർ, അല്ലെങ്കിൽ ഒരു കാർഡ്, അല്ലെങ്കിൽ വഴിയിൽ വെച്ചൊന്ന് കാണുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഇന്ന് ചെന്ന് എത്തുന്നത് കോൺട്രസെപ്റ്റീവ് പിൽസ്, അല്ലെങ്കിൽ അബോർഷൻ, അല്ലെങ്കിൽ സൂയിസൈഡ്, അല്ലെങ്കിൽ ഡ്രഗ്സ്, ഒയറും, ഈ വക കാര്യങ്ങളിലേക്കൊക്കെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് ടീനേജ് പ്രണയം എന്ന് പറയുമ്പോൾ അത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. ഫിസിക്കലി ഉള്ള ഒരു ഇഷ്ടം അതിനു വേണ്ടി മാത്രമായിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇതിന്റെ സ്ട്രഗിള് അനുഭവിക്കുന്നത് പെൺകുട്ടികൾ മാത്രമായിരിക്കും. ആൺകുട്ടികളെ ഇങ്ങനെ ബ്ലെയിം ചെയ്യല്ല, ഇന്ന് പെൺകുട്ടികളും കണക്കാണ്. റെയർ കേസുകൾ മാത്രമാണ് ആത്മാർത്ഥതയുള്ളത്. അത് നമുക്ക് ചക്കയാണെങ്കിൽ നമുക്ക് ചൂഴ്ന്നു നോക്കാം. മനുഷ്യന്റെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം ഒരിക്കലും ചൂഴ്ന്നു നോക്കാൻ പറ്റില്ല. നല്ല പെൺകുട്ടികൾ ചെന്നെത്തുന്നത് റോങ് ആയിട്ടുള്ള പുരുഷന്മാരിൽ, റോങ് ആയിട്ടുള്ള പുരുഷന്മാർ ചിലപ്പോൾ നല്ല പെൺകുട്ടികളായിരിക്കും ചെന്നെത്തുക. കാരണം ഒരുപാട് പുരുഷന്മാരെ എനിക്കറിയാം, തേപ്പ് കിട്ടിയ കഥകളും പറഞ്ഞ് ഒരുപാട് പയ്യന്മാരെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ പാരന്റ്സും വിളിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരാള് നിങ്ങളോട് അത്രമാത്രം ആത്മാർത്ഥതയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇപ്പോ നമുക്ക് രണ്ടുപേർക്കും പഠിക്കേണ്ട സമയമാണ്. ടീനേജ് എന്ന് പറയുമ്പോൾ ഒരു 10ാം ക്ലാസ്, ഒരു +1, +2 അല്ലെങ്കിൽ ഡിഗ്രി, ഇതിന് ശേഷമാണ് നിങ്ങളൊരു കരിയറിലേക്ക് എത്തിപ്പെടുക. ഇപ്പൊ വീട്ടുകാരറിയാതെ, പാരന്റ്സ് അറിയാതെ, ടീച്ചേഴ്സ് അറിയാതെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി ഇൻഫാക്ച്വേഷൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുവെങ്കിൽ, അതൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ലേറ്റർ ഓൺ നിങ്ങളുടെ ഫാമിലിയൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ, നിങ്ങൾക്ക് കരിയർ വൈസും എഡ്യൂക്കേഷൻ വൈസും എല്ലാം നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റും, നല്ലൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഇറ്റ്സ് ഓക്കെ, വി ബോത്ത് ഹാവ് ദ സെയിം ഫീലിംഗ്സ് ടുവേർഡ്സ് ഈച്ച് അതർ, ബട്ട് ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം ടു ടേക്ക് എ ഡിസിഷൻ. We have to wait until we stand on our feet to rebuild a new life together. അപ്പോൾ അത് വർഷങ്ങളെടുക്കും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ലിമിറ്റ് ക്രോസ് ചെയ്യാതെ നിങ്ങൾ ആ ഒരു പരസ്പരം വിശ്വാസത്തിൽ ആ സ്നേഹത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പറ്റുന്നെങ്കിൽ ഫാമിലിയോട് സംസാരിക്കാം. അല്ലാതെ ഫാമിലി ഒന്നും അറിയാതെ ആ ഒരു നിമിഷത്തിൽ തോന്നുന്ന ആ ഒരു ഇൻഫാക്ച്വേഷനിൽ പാർട്ട്ണർ പറയുന്ന എല്ലാ കാര്യത്തിനും നിങ്ങളെ വഴങ്ങിക്കൊടുത്തു വീട്ടുകാരറിയാതെ ഒറ്റയടിക്ക് തീരുമാനിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. അപ്പൊ നിങ്ങൾക്ക് പോസിറ്റീവ് ഒരു സിമ്പിൾ കിട്ടി, അല്ല നിങ്ങൾ കുറച്ച് മെച്യൂർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് അതിന് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ രണ്ടുപേരുടെ ഏജ് എഴുതുക. ഒരു 5 വർഷം അല്ലെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് പൊസിഷനിലെത്തും, ഈ വ്യക്തി എന്ത് പൊസിഷനിലെത്തും. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കത്തില്ല 5-8 വർഷം കഴിയുമ്പോൾ ഉള്ള അപ്പിയറൻസ്. വണ്ണം വയ്ക്കാം, മുഖത്തിന്റെ ഷേപ്പ്, ഫേഷ്യൽ ബോൺസ്, സ്കിൻ ടോൺ, ഹെയർ എല്ലാം മാറി മറിയാം. നര ബാധിക്കാം, മുടികൊഴിച്ചിലുണ്ടാകാം, വണ്ണം കൂടാം, ചിലപ്പോൾ മെലിയ, കളർ ഫെയ്ഡ് ആകാം, പല്ലുണ്ടാം, പല്ലിൽ ഗ്യാപ്പ് വരാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാം. പെൺകുട്ടികളുടെ കേസാണെങ്കിൽ ഒരു ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ വണ്ണം വെക്കാം, ചിലപ്പോൾ ഏജ് തോന്നിക്കാം. പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ ജീവിത പ്രാരാബ്ധങ്ങൾ, ഭാര്യ, കുട്ടികൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അതിന്റെ ആ ഒരു പ്രാരാബ്ധത്തിനിടയിൽ ഇപ്പൊ കാണുന്ന ആ ഒരു സൗന്ദര്യം ഒരു 5-8 വർഷം കഴിഞ്ഞാൽ ഉണ്ടായി എന്ന് വരില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കേണ്ട, ഇപ്പൊ നിങ്ങൾ എന്ത് കണ്ടിട്ടാണോ ആ ഒരു ആകർഷണം തോന്നിയത്, ഇതൊരു 5-8 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ഇപ്പൊ ചോദിച്ചാൽ നിങ്ങൾ പറയും ഉറപ്പുണ്ടോ എന്ന് പറയും. ഇത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സ്പീരിയൻസ്. അപ്പോൾ മുതിർന്ന ആളുകൾ എന്തിന്റെങ്കിലും അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും നിങ്ങളോട് പറയുന്നത്. ഈ പ്രേമം തോന്നുന്നത്, അട്രാക്ഷൻ തോന്നുന്നത്, ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. അത് നമ്മുടെ ഹോർമോണൽ. ഓരോ പ്രായത്തിലും നമുക്ക് ഓരോ കാര്യങ്ങളിലോടായിരിക്കും നമുക്ക് അട്രാക്ഷൻ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, 5 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം പിന്നിലോട് നിങ്ങൾ ചിന്തിക്കൂ. അന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ല, അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവും. ഫുഡിന്റെ കാര്യം തന്നെ നോക്കിയാൽ മതി, അന്ന് നിങ്ങൾ കഴിക്കാത്ത പല ഫുഡും നിങ്ങൾ ഇന്ന് കഴിക്കും. ശരിയല്ലേ? ഇതുപോലെയാണ് നമുക്ക് ആ ഒരു ടീനേജ് പ്രായത്തിൽ നമുക്ക് തോന്നുന്ന ഒരു ജസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വ്യക്തിക്ക് നമ്മളോടൊരു താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളൊരു പൊസിഷനിലാവുന്നത് നമ്മൾ മാത്രമല്ല, നമ്മൾ പരസ്പരം, അതായത് ഈ ഒരു സ്നേഹിക്കുന്ന വ്യക്തി നമ്മളും ഒരേപോലെ നമ്മളൊരു കരിയറിലൊക്കെ നല്ലൊരു സ്റ്റേബിളായി നമ്മളൊരു സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം ആ വ്യക്തിക്ക് നമ്മളോട് സെയിം ഫീലിങ്സ് അല്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നമാണ്. എല്ലാ കുട്ടികളും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പുറത്തുള്ള കൺട്രീസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. +2 കഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു, വർക്ക് ചെയ്യുന്നു, മണി ഏൺ ചെയ്യുന്നു, ആ മണി കൊണ്ട് തന്നെ അവർ പഠിക്കുന്നു, നല്ല വീട് വാങ്ങുന്നു, നല്ല കാറ് വാങ്ങുന്നു, നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകും. നമ്മളെ തന്നെ റീക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പേരൻസ് നമുക്കൊരു ജന്മം നൽകി നമ്മളെ പഠിപ്പിക്കാൻ വിട്ടു. നമ്മൾ എന്താണ്, അല്ലെങ്കിൽ ഇത്രയും നാള് നമ്മൾ സ്കൂളിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാള് നമ്മുടെ പേരന്റ് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിന് ഒരു റിസൾട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ എന്തെങ്കിലും ഒരു പൊസിഷനിലായി കാണിക്കുക എന്നുള്ളത്. ആ ഒരു ടീനേജ്, നിങ്ങളുടെ ആ ഒരു ഭയങ്കര ക്രൂഷ്യൽ ഒരു ടൈമാണ് ഈ ടീനേജ് എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു +1 +2 ഡിഗ്രി ആ ഒരു കാലഘട്ടം. നിങ്ങൾ അതുവരെ 1 മുതൽ 10 വരെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ പോയി പഠിച്ച് പാസ്സാവും. പക്ഷെ +1 +2 ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ തന്നെ, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ സെൽഫ് ലവ് എന്ന് പറയും. സെൽഫ് ലവ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക. ടീനേജിൽ നിങ്ങളൊരു പ്രേമം സെറ്റാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കഷ്ടപ്പാട് വിടുന്നുണ്ട്. അതായത് രാവിലെ എഴുന്നേറ്റ് ഒരു വ്യക്തിനെ കാണണമെങ്കിൽ അവർ പോകുന്ന വഴിക്ക് പോയി നിൽക്കുക, അവരെ ഫോൺ വിളിക്കുക, കിട്ടുന്ന ഫോർവേഡ് മെസ്സേജസും ഇൻസ്റ്റാഗ്രാം റീൽസും ഒക്കെ നിങ്ങൾക്ക് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, ബർത്ത്ഡേ എന്നാണെന്ന് ഓർത്ത് വെച്ച് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ പേരൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പൈസ അതിൽ നിന്ന് നിങ്ങൾ അടിച്ചു മാറ്റിയിട്ട് നിങ്ങൾ ആ ഒരു പാർട്ട്ണറിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക, അവരുടെ പേരൻസിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ആക്ച്വലി ഇത് നിങ്ങളോടാണ് ചെയ്യേണ്ടത്. നിങ്ങളെ പേരൻസ് നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയാണ്. അത് നിങ്ങൾക്ക് ആ ഒരു 1 തൊട്ട് 10 വരെ നിങ്ങൾ സ്കൂളിൽ പഠിച്ച് അതിനുശേഷം ഒരു +1 +2 നല്ലൊരു മാർക്ക് വാങ്ങി അതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ, ഇപ്പം എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇപ്പം മെഡിസിനോ എഞ്ചിനീയറിംഗോ ലോ എന്ത് ഫീൽഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഫീൽഡിൽ പോയി നല്ല മാർക്ക് വാങ്ങി നല്ലൊരു ജോബ് വാങ്ങി കഴിഞ്ഞാൽ അന്ന് നിങ്ങൾക്കുള്ള ആ ഒരു സ്റ്റേറ്റസിനൊത്ത് നിങ്ങൾക്ക് ഒരു അഫെയർ നിങ്ങൾക്ക് കിട്ടിക്കൂടെ? അല്ലെങ്കിൽ ഇതിലും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അന്ന് തിരഞ്ഞെടുത്തൂടെ? വീട്ടുകാർ നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മൊത്തം എടുത്ത് നിങ്ങൾ മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ഒരു പ്രേമം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഈ ടീനേജിൽ നിങ്ങൾ ഒരു പ്രേമം സെറ്റാക്കി എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് യൂസ് ഉണ്ടാവാൻ പോകുന്നത്? പേരൻസ് ഇത്രയും നാളെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത ആ ഒരു മണിക്ക് ഒരു റിട്ടേൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ നല്ലൊരു പൊസിഷനിലാകും.
നിങ്ങൾ നല്ലൊരു പൊസിഷനിലായതിനു ശേഷം നിങ്ങൾക്ക് അന്ന് ആ ഒരു നിങ്ങളെ അപ്രോച്ച് ചെയ്ത അല്ലെങ്കിൽ അന്ന് നിങ്ങളെ കൺവിൻസ് ചെയ്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പ്രേമിക്കണം എന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ രണ്ടുപേരും ഒരു ഓൺ ഫീറ്റിൽ നിന്നതിന് ശേഷം നിങ്ങൾക്ക് ആ പ്രേമം അന്നുള്ള ആ പ്രേമം പ്യുവർ ആണ്, സിൻസിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ വറി അതല്ല, ടീനേജേഴ്സിന്റെ വറി അതല്ല. എത്രയും പെട്ടെന്ന് അവളെ കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ കൺവിൻസ് ചെയ്ത് ആ ഒരു പ്രേമം സെറ്റ് ആക്കിയില്ലെങ്കിൽ അവനെ മറ്റുള്ള ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോകുമല്ലോ എന്നായിരിക്കും നിങ്ങളുടെ ചിന്തകളെ. അത് നിങ്ങൾ ഫൂളിഷ്നെസ് ആണ് കാണിക്കേണ്ടത്. കാരണം നിങ്ങളെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തുമ്പോൾ ഏത് വ്യക്തിയും, നിങ്ങൾ ഇപ്പൊ കാണുന്ന വ്യക്തിയല്ല, ഇതിനപ്പുറമുള്ള വ്യക്തി പോലും ചിലപ്പോൾ നിങ്ങളെ തേടി വന്നിരിക്കാം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ, എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ടീനേജേഴ്സ് ചെയ്യുന്നത് ഒരാളിനെ കാണാൻ വേണ്ടി എത്ര അതിരാവിലെ എണീറ്റ് വേണമെങ്കിലും അവർ വെയിറ്റ് ചെയ്യും, 100 കോൾസ് വേണമെങ്കിലും ചെയ്യും, സെൻഡ് അടിച്ചിട്ടുള്ള മെസ്സേജസും റീൽസും അല്ലെങ്കിൽ സ്റ്റേറ്റസും എല്ലാം ഇടും. ഇതൊക്കെ ഒരു ആളെ കൺവിൻസ് ചെയ്ത് ആ ഒരു പ്രേമ ബന്ധത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഈ ഒരു സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയം മാത്രം മതി നിങ്ങളെ മനസ്സിലാക്കാൻ. നിങ്ങൾ ഇത്രയൊക്കെ ഒരാൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അതിരാവിലെ എഴുന്നേറ്റ് പോകുന്നു, അല്ലെങ്കിൽ അവർ പോകുന്ന ബസ്സിൽ പോകുന്നതിന്റെ പിന്നാലെ പോവുക, അവർക്ക് വേണ്ടി കാത്ത് ചെയ്യുക, അവരുടെ വീട്ടിൽ പോയി അവരുടെ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യുക, അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ചെയ്യുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഒരു പ്രേമം സെറ്റാക്കുന്ന ആ സമയം നിങ്ങൾ ഒരു കണ്ണാടി, ഒരു മിററിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നിങ്ങളെ സ്വയം ചോദിക്കുക, നീ എന്ന് പറഞ്ഞ വ്യക്തിയെ നീ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി നീ എന്താ ചെയ്തത്? ഒരു പ്രേമം സെറ്റാക്കാൻ നോക്കിയതാണോ നീ നിനക്ക് വേണ്ടി ചെയ്തത്? നീ അവരെയാണ് ഹാപ്പി ആക്കിയത്, പകരം നീ നിന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി നീ എന്താ ചെയ്തേ? നീ നിന്റെ ലൈഫ് സ്റ്റേബിൾ ആക്കിയോ? നീ നിനക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ആ പേരൻസിന്, അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആ അമ്മയ്ക്ക് പകരം നീ എന്താ കൊടുത്തത്? അവരെ കള്ളം പറഞ്ഞ് പറ്റിക്കുന്നതോ, അതോ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നിന്റെ വശത്തേക്ക് ആക്കാൻ ശ്രമിക്കുന്നതോ? നീ പേരൻസ് അറിയാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നീ ഒരു മിററിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കും. നീ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തത്? നീ ഓരോ കള്ളം പറയും തോറും, അല്ലെങ്കിൽ ഓരോ കള്ളങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യും തോറും നിന്റെ പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും നിനക്ക് എത്ര ആവർത്തി തന്നിട്ടുണ്ട് നന്നാവാനായിട്ട്. അപ്പൊ നീ എന്താ ചെയ്യുന്നത്? വീണ്ടും 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 പാരന്റ്സിനെ ആയാലും ടീച്ചേഴ്സിനെ ആയാലും കൂടെ ജീവിക്കുന്നവരെല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ടീനേജേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ആഫ്റ്റർ എഫക്ട്സ് നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്. അതിന്റെ കോൺസിക്വൻസസ് എന്ത് തന്നെയായാലും നിങ്ങൾ തന്നെയാണ് അത് ഏറ്റുവാങ്ങേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രേമം സെറ്റാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അതിന്റെ ഒരു പകുതി കഷ്ടപ്പാട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. എനിക്ക് മനസ്സിലാകത്തില്ല, കുറെ പ്രേമം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രേമം പിടിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് അലമ്പുണ്ടാക്കി ടീച്ചേഴ്സിന്റെ അടുത്തു നിന്നും വീട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാവരെയും ദ്രോഹിച്ച് എല്ലാവരുടെയും മനസമാധാനം കെടുത്തി നിങ്ങളിങ്ങനെ കാട്ടിക്കൂട്ടി നിങ്ങളുടെ ജീവിതം കുളമാക്കി പിടിച്ചു വാങ്ങി എല്ലാവരുടെയും വെറുപ്പിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തിട്ട് ലേറ്റർ ഓൺ നിങ്ങൾ തന്നെ ദുഃഖിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ആർക്കോ വേണ്ടി, ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടോ? ടീനേജേഴ്സ് മാത്രമല്ല കേട്ടോ, യങ്സ്റ്റേഴ്സ് ഇങ്ങനെ പലരുടെയും പിന്നാലെ, ഈവൻ മാരീഡ് ആയവരെ പോലും പലരുടെയും പിന്നാലെ ഇങ്ങനെ പോയി ലൈഫ് മൊത്തം പ്രശ്നമായിട്ടുള്ളതും ഒരുപാട് കേസസ് ഉണ്ട്. ചില പേരൻസ് പറയുന്നത് കേൾക്കാം, ഓ ഈ ഒരു പ്രായമല്ലേ, ഈ പ്രായത്തിൽ ചെറിയ പ്രേമങ്ങളൊക്കെ വേണ്ടേന്ന്. നിങ്ങളുടെ കുട്ടികളെയാണ് നിങ്ങൾ സ്പോയിൽ ചെയ്യുന്നത്. എന്ത് പ്രേമമാണ്? ടീനേജിലെ പ്രേമം കൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് ഒരു ചുക്കും കിട്ടാനില്ല. ഇത് ഹോർമോണിന്റെ ഭാഗമായിട്ടല്ലേ, അപ്പോഴും തോന്നിയ ഒരു പ്രണയമല്ലേ, ചെറിയ പ്രണയമൊക്കെ ആയിക്കോട്ടെ, അവൻ +2 ആയില്ലേ അല്ലെങ്കിൽ +1 ആയില്ലേ, അവളുടെ കാര്യം നോക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ നിങ്ങളുടെ കുട്ടി ജീവിക്കുന്നത് മൊത്തം നിങ്ങളുടെ ആ ഒരു കുട്ടി പ്രണയിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻഫാക്ച്വേഷന്റെ പുറമേ കിട്ടിയ ആ ഒരു പാർട്ട്ണറുടെ രീതി അനുസരിച്ചാണ് നിങ്ങളുടെ കുട്ടി ലൈഫ് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ കുട്ടി ജീവിക്കുന്നത് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ കുട്ടിക്ക് ടീനേജിൽ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ടീനേജ് പ്രണയത്തിന്റെ ഉള്ളിൽ കിടന്ന കുട്ടി ജീവിക്കുന്നത്, ആ ഒരു പ്രണയബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ എക്സ്പോഷർ ആയേനെ, ലൈഫിൽ കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടായേനെ. അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു തടസ്സമായിട്ട് വരുന്നത് ആ ഒരു ടീനേജ് പ്രണയമാണ്. നിങ്ങളെ സ്നേഹിക്കുക, പ്രത്യേകിച്ച് ടീനേജ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് നാളെ റിഗ്രറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ പറ്റും. ടീനേജിൽ നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നിങ്ങളൊരു പൊസിഷനിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലിമിറ്റേഷൻസ് ഇല്ല. നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്നോ നിങ്ങൾക്ക് അത് കിട്ടും. കാരണം നിങ്ങൾ അങ്ങനെ ഒരു പൊസിഷനിലായി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക. എനിക്ക് പാരന്റ്സിനെയാണ് കേട്ടോ ബ്ലെയിം ചെയ്യാനുള്ളത്. കാരണം ഒരു ടീനേജ് എന്ന് പറയുമ്പോൾ അവന് വേണ്ടി ഫ്ലറിഷ് ചെയ്യാൻ, അവന് വേണ്ടി ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യാനും
അവന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവേണ്ട ഒരു സമയമാണ്. അവരുടെ കരിയറിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ലൈഫിൽ തന്നെ ടേണിംഗ് പോയിന്റ് ആണ് ടീനേജ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ മൊബൈൽ അഡിക്ഷൻ ആയിക്കോട്ടെ, ഡ്രഗ്സ് അല്ലെങ്കിൽ പോൺ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടീനേജ് പ്രണയങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തുടങ്ങി അവന് ചരടിട്ട് മുറുക്കുവാണ്. പിന്നെ അതിൽ നിന്നും അവന് പുറത്ത് ചാടാൻ കഴിയില്ല. ടീനേജ് പ്രണയം, ആൺകുട്ടികളുടെ കേസ് എടുക്കുവാണെങ്കിൽ പെൺകുട്ടികൾ പോസസീവാണ്. അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, പുറത്തു പോയി പഠിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഇത് വരുമ്പോ ആ പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവളുടെ ഇഷ്ടങ്ങൾക്ക് ഒതുങ്ങിക്കൂടി ജീവിക്കുന്നതാണ് ആൺകുട്ടികൾ. പെൺകുട്ടികളുടെ കേസിൽ അങ്ങനെ തന്നെ. +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പുറത്തോട്ട് എബ്രോഡേക്കൊക്കെ പോവാനാണെങ്കിൽ പ്രേമിക്കുന്ന പയ്യൻ പറയണം പോകണോ വേണ്ടേ എന്നുള്ളത്. അപ്പം അവന്റെ ഇഷ്ടത്തിനാണ് പിന്നീട് ജീവിതം. അപ്പം രക്ഷപ്പെടാനുള്ള കുട്ടികൾ അവിടെ വെച്ച് അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രേമം ഇല്ലാതെങ്കിൽ ഇത് പ്രശ്നമുണ്ടോ? ആകർഷണം തോന്നി അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നി, ഒരു ഇൻഫാക്ച്വേഷന്റെ പുറത്ത് നിങ്ങൾ ഒരാളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന് വെച്ചോ, പിന്നീട് ഈ ഒരു കരിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു വഴി തുറന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഈ പാർട്ണർ നിങ്ങളെ സമ്മതിക്കില്ല. കാരണം അവരുടെ അടുത്ത് പെർമിഷൻ ചോദിക്കണം, അവർക്ക് ഇഷ്ടമുള്ളതേ ചെയ്യാൻ പാടുള്ളൂ. പകരം ആ ഒരു സമയത്ത് തന്നിഷ്ടത്തിന് പോകാം അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടണമല്ലോ എന്ന് വെച്ചിട്ട് ഇവരുടെ അടുത്ത് ഒരു അകൽച്ച വന്നാൽ, താല്പര്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ണർ വയലന്റ് ആവും. അവര് പിന്നെ കൊലപാതകം ചെയ്യാൻ പോകും, പെട്രോൾ ഒഴിക്കും, ആസിഡ് ഒഴിക്കും, കത്തിക്കുത്ത്, കൊലപാതകം, വീട്ടുകാരെ കൊല്ലുക, പേരൻസിനെ കൊല്ലുക, ഫാദറിനെ കൊല്ലുക. ഇതെല്ലാം നിങ്ങൾ കാരണമാണ് സംഭവിക്കുക. ഒരു വ്യക്തിയുടെ ഇഷ്ടം തോന്നാം, പക്ഷെ നമ്മൾ തിങ്ക് ചെയ്യുക, ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം. നിങ്ങൾക്ക് പ്രേമിക്കാം, നിങ്ങളൊരു സ്റ്റേബിൾ ആയി, നിങ്ങളൊരു പൊസിഷൻ ആയതിനു ശേഷം മാത്രം. അതിനു മുന്നേ നിങ്ങൾ ഒരു കുരുക്കിൽ ചെന്ന് ചാടിയാൽ പിന്നീട് നിങ്ങൾക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഈ ഒരു വ്യക്തി കാരണം തടസ്സപ്പെടും. കാരണം ആ പ്രേമം കിട്ടുന്ന സമയത്ത് പ്രേമം സെറ്റാകാൻ വേണ്ടിയിട്ട് പല 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 മോഹന വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകും. പക്ഷെ പിന്നീട് അവര് പറയുന്നതിനൊത്ത് നിങ്ങൾ നിൽക്കണം. നിന്നില്ലെങ്കിൽ അവിടെ തുടങ്ങും സൂയിസൈഡൽ ടെൻഡൻസി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പറയും, ബന്ധുക്കളുടെ പറയും, ടീച്ചർക്ക് പറയും, ബ്ലാക്ക് മെയിൽ, പിന്നീട് അത് വേണ്ടാന്ന് വെച്ച ഡിപ്രഷൻ, സ്ട്രെസ്. എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ സ്വയം നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത്? പാരന്റ്സിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടിയുടെ പ്രേമിക്കേണ്ട സമയം ഇതല്ല. നിങ്ങളുടെ കുട്ടി ഇപ്പൊ സെലക്ട് ചെയ്യുന്നത് ഒന്നും കറക്റ്റ് ആയിട്ടൊരു ഡിസിഷനേ അല്ല. ഇൻഫാക്ച്വേഷനിൽ നിന്നും നിങ്ങൾക്ക് റൊമാൻസിലേക്ക് കടക്കാം, ബട്ട് റൊമാൻസിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് ലവിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം റൊമാൻസിന്റെ എക്സ്ട്രീം സെക്സ് ആണ്. ആ സെക്സിൽ ഒരു മടുപ്പുണ്ടാവും, അവിടെ തീരും നിങ്ങളുടെ റൊമാൻസും ഇൻഫാക്ച്വേഷനും എല്ലാം. ഒരു പ്രണയം, പ്യുവർ ലവ്, അതൊരു സ്ട്രോങ് ആയിട്ട് രണ്ട് വ്യക്തികൾ എടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഒരു ജീവിതം കെട്ടിപ്പടുത്ത് ഉയർത്താൻ വേണ്ടിയിട്ട് രണ്ട് വ്യക്തികളും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്. ഈ റൊമാൻസ് എന്ന് പറയുന്നത് ലവിനകത്ത് വരും, ബട്ട് റൊമാൻസിൽ ഒരിക്കലും പ്യുവർ ലവ് കിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇൻഫാക്ച്വേഷൻ, ഒരു ഫീലിംഗ്സ് മാത്രമാണ്. എനിക്ക് ലിറ്ററലി ടീനേജേഴ്സിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പാർട്ണറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ പാർട്ണറിനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ആക്ച്വലി എന്താണുള്ളത്? നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങളുടെ പേരൻസ് നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് എമൗണ്ട്സ് ഉണ്ട്, കുറച്ച് മണി ഉണ്ട്. അതെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബർത്ത്ഡേക്ക് അവരുടെ ഡ്രസ്സ് വാങ്ങുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ചെയ്യുന്ന ഇസ് എ ബ്ലഡി ബ്ലണ്ടറിന്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരൻസ് സ്പെൻഡ് ചെയ്യുന്നത് എടുത്തിട്ട് നിങ്ങളുടെ പാർട്ണറിന് കൊടുക്കുക. പേരൻസ് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത് ഇൻ റിട്ടേൺ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫിഗർ ആക്കി നിങ്ങൾ മാറുകയാണ് വേണ്ടത്. നല്ല ഒരു ഫിഗറിലേക്ക്, നല്ലൊരു ക്യാരക്ടറിലേക്ക്, നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങളെ മോൾഡ് ചെയ്യാണ് വേണ്ടത്. അതല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നിങ്ങളുടെ പാർട്ണറിന് കൊടുക്കുക. പാർട്ണറും ഹാപ്പി അല്ല, പകരം പേരൻസ് ഹാപ്പി അല്ല, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പകരം നിങ്ങളുടെ ലൈഫും പോയി. അങ്ങനെ ഒരു ലൈഫ് എന്തിനാണ് നിങ്ങൾ ജീവിച്ച് തീർക്കുന്നത്? നിങ്ങളുടെ പാരൻസ് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് നിങ്ങളുടെ ഈ ഫേസിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പൊസിഷൻ ആകുമല്ലോ എന്നാണ്. അത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം നിങ്ങളെ നോക്കുന്ന വ്യക്തി, അതിപ്പം അച്ഛനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ആരെ തന്നെ ആയിക്കോട്ടെ, അവർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം, എനർജി, മണി, റിസോഴ്സസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തരികയാണ്. ഇൻ റിട്ടേൺ എന്തെങ്കിലും അവർക്ക് കൊടുക്കാനായിട്ടുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? കമ്മിറ്റ്മെന്റ് ഇല്ലേ? നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്രൂഷ്യൽ ടൈം ടീനേജിലാണ് നമ്മൾ എന്താവുന്നു എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. +2 കിട്ടുന്ന നിങ്ങളുടെ മാർക്ക്, ആ മാർക്കിന്റെ ബേസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസമാകാം, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ആകാം. നമ്മൾ എല്ലാവരും പഠിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലക്ഷൂറിയസ് ലൈഫ്, നമുക്ക് നല്ലൊരു പൊസിഷനിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിജിറ്റൽ യുഗമാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടുന്നും എന്തും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടാവുന്ന റിസോഴ്സസ് എല്ലാം നിങ്ങൾ എടുക്കുക. നിങ്ങളെ ബിൽഡ് ചെയ്യാൻ പറ്റുകയാണ്. ഏത് കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ആരുടെ മക്കളായിട്ട് ജനിച്ചു എന്നുള്ളതിലല്ല കാര്യം. നിങ്ങൾക്ക് എവിടെ നിന്ന് എന്ത് നല്ലത് കിട്ടാമോ അത് നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക.
എന്നിട്ട് നിങ്ങളൊരു നല്ലൊരു വ്യക്തിയായിട്ട് മാറുക, നല്ലൊരു ക്രിയേഷൻ ആയിട്ട് മാറുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം, എനർജി, മണി, റിസോഴ്സസ് എല്ലാം തന്നിട്ടുള്ള വ്യക്തിക്ക് ഇൻ റിട്ടേൺ അവർ മരിക്കുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗേൾ ഫ്രണ്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫാമിലിയും എല്ലാം അതിൻ്റെതായ സമയത്ത് നിങ്ങളിൽ വന്ന് ചേർന്നോളും. അതെങ്ങനെയുള്ളത് വേണമെന്ന് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു നല്ല പേഴ്സൺ ആയിട്ടിരിക്കുക. അല്ലാതെ നമ്മൾ ടീനേജ് ഒക്കെ സ്പോയിൽ ചെയ്ത് പാരന്റ്സിന്റെ മണി എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ മണി എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുക, മറ്റു പ്രേമത്തിൽ പോവുക, നമ്മൾ പഠിക്കേണ്ട സമയവും നമ്മൾ കരിയറിൽ എന്തെങ്കിലും ഒന്നായി തീരേണ്ട സമയവും ഈ പ്രേമബന്ധത്തിൽ പോവുക, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക, ഫ്ലേർട്ട് ചെയ്യുക, ഓയോ റൂമിൽ പോവുക, ഡ്രഗ്സ് അടിക്കുക, സിഗരറ്റ് വലിക്കുക, കറങ്ങി നടക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ നല്ല ഒരു ഏജ് ആണ് നിങ്ങൾ സ്പോയിൽ ചെയ്യേണ്ടത്. ഈ ഒരു ഏജ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കൂ. നിങ്ങളൊരു ഡയറി എടുക്കുക. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്, നിങ്ങൾക്ക് വേണ്ടി മണി സ്പെൻഡ് ചെയ്ത് അപ്രോക്സിമേറ്റ് ഒരു കാൽക്കുലേഷൻ കൊണ്ടുവരിക. നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ നിങ്ങളുടെ മദർ അല്ലെങ്കിൽ നിങ്ങളെ നോക്കുന്ന ഒരു വ്യക്തി ഇത്രയും മണി എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു, ഇത്രയും അവേഴ്സ്, ഇത്രയും മന്ത്സ്, ഇത്രയും ഇയേഴ്സ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു, എന്നെ ഇത്രത്തോളം ആക്കി, എനിക്കൊരു പോറൽ പോലും ഇല്ലാതെ ഞാൻ ജീവിക്കുന്നു. പകരം ഞാനിപ്പോ എന്താണ് ചെയ്യുന്നത്? ഇനിയുള്ള എന്റെ ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ ഭാവിയിൽ എന്റെ മക്കൾ അല്ലെങ്കിൽ എന്റെ തലമുറ, എന്റെ ഫാമിലി എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഡ്രസ് ചെയ്യണം, എങ്ങനെ ഫുഡ് കഴിക്കണം, എങ്ങനെ ജീവിക്കണം, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആകണം, എല്ലാം എന്നിൽ ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ നല്ലൊരു പൊസിഷനിലായാൽ മാത്രമേ നമ്മളുടെ കുട്ടികൾ ഇതിൽ നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ നമുക്ക് കൊടുക്കാൻ പറ്റൂ. നമ്മളൊന്നും അല്ലാത്തൊരു രീതിയിലായാൽ നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രേമിക്കുന്ന ഒരു വ്യക്തിനെ നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ അതിലൊരു കുട്ടി ഉണ്ടാവുകയാണ്. ആ കുട്ടി പറയുക, ഡാഡ് അല്ലെങ്കിൽ മോം എനിക്ക് ഇന്നത് വേണം, നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ പഠിക്കേണ്ട പ്രായത്തിൽ ഈ ഒരു ടീനേജ് പ്രണയമോ റൊമാൻസോ ആയിട്ട് നടന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ ടീനേജില് ഭയങ്കര ഇമ്പൾസീവ്നെസ്സാ. അതായത് ബെറ്റ് വെച്ച് പ്രണയിക്കുക, ഒരു പെൺകുട്ടീനെ വീഴ്ത്തി കാണിക്കുക, അവളെ ഫ്രണ്ടായിട്ട് കൊണ്ടു നടക്കുക, ബൈക്കിൽ ചുറ്റുക, കാറിൽ ചുറ്റുക, ഇതൊക്കെ വലിയ സംഭവമാണല്ലേ. ഇതൊക്കെ ഒരു ഫൂളിഷ്നെസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും 5-8 വർഷങ്ങൾക്ക് ശേഷം. പിന്നെ നിങ്ങൾ ഒന്നേന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കിയാൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമ്മുടെ ഈ ഏജ്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം, ഈ ദിവസം, ഇന്ന് നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇന്നത്തെ കുട്ടികളെല്ലാം നല്ല ബുദ്ധിയുള്ള കുട്ടികളല്ലേ. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളിപ്പോ ഈ നിമിഷം നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങൾക്കായിട്ട്, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ഓരോ സമയവും നിങ്ങളിപ്പോ എന്ത് ചെയ്ത് തീർക്കുക? നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മൾ തേർഡ് കൾച്ചറിലാണ് ജീവിക്കുന്നത്. പല കൺട്രീസിലെയും പ്രാക്ടീസസും കൾച്ചേഴ്സും എല്ലാം നമ്മുടെ കൺമുന്നിൽ മീഡിയയിൽ കൂടി നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്യുവാണ് എന്നുണ്ട്. അഡോപ്റ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഈ ഒരു ഫോറിൻ കൺട്രീസിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രാക്ടീസസ്, കൾച്ചേഴ്സ് ഒക്കെ ഉള്ള കൺട്രീസിൽ കുട്ടികൾ +2 ശേഷം അവർ സ്വന്തം കാലിൽ നിൽക്കുകയാണ്. അവർ സ്വന്തം കാലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി 18 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഓക്കെ ഞാൻ +2 കംപ്ലീറ്റ് ആയി, ഇന്ന് മുതൽ എന്റെ ചെലവുകൾ ഫുള്ള് ഞാൻ എടുക്കും, ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യും, ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കും എന്ന് ഏതെങ്കിലും കുട്ടികൾക്ക് പറയാൻ പറ്റുമോ? ഇന്നുകൊണ്ട് 25-30 വയസ്സായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പാരന്റ്സ് ചുമക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ജോലിക്കും കൂലിക്കും പോകാതെ വീട്ടിൽ ഇരിക്കുന്ന കുട്ടികളുണ്ട്. ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ പാരന്റ്സും 18 വയസ്സ് കഴിഞ്ഞാൽ വെസ്റ്റേൺ കൾച്ചറിൽ ജീവിക്കാനായിട്ട് കുട്ടികളെ അനുവദിക്കാറുണ്ടോ? അവർ സ്വന്തമായിട്ട് 18 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ഫീൽഡിൽ നിന്നിട്ട് വർക്ക് ചെയ്യും. അവർക്ക് വേണ്ടി പിന്നെ ഒരിക്കലും പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ആ ഒരു ലൈഫ് സ്റ്റൈൽ, ആ ഒരു കൾച്ചർ ആണോ നമ്മുടെ ഇന്ത്യയിലുള്ളത്? പാരന്റ്സ്, അതായത് 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുകയാണോ? പിന്നീട് അവർ ലിവിങ് ഇൻ റിലേഷൻ അല്ലെങ്കിൽ അങ്ങനെ റിലേഷനിലേക്ക് പോകുന്നു. പിന്നെ എന്ത് സംഭവിച്ചാലും ആരും ഡിപ്പെൻഡ് ചെയ്യാൻ വരും. അങ്ങനെ ഒരു കൾച്ചർ അല്ലല്ലോ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ. നമ്മുടെ ഇന്ത്യയിൽ എത്ര കുട്ടികൾ പറയും, എനിക്ക് 18 ഇയേഴ്സ് കംപ്ലീറ്റഡ് ആയി, ഞാനിപ്പം ഇനി മുതൽ ഞാൻ എന്റെ പഠന ചെലവും എന്റെ ചെലവുകളും എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ സ്വന്തം കാലിൽ നിന്ന് ഞാനാണ് വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നത്, എന്റെ കാര്യങ്ങൾ മുന്നോട്ട് ഞാൻ കൊണ്ടുപോകുന്നത് എന്നത് എത്ര കുട്ടികൾ പറയും നമ്മുടെ ഇന്ത്യയിൽ? നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 18 വയസ്സ് കഴിയുന്നു, വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വണ്ടി വാങ്ങുന്നു, പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനും എല്ലാം പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഈവൻ മൊബൈൽ ചാർജ് ചെയ്യാനും നെറ്റ് കണക്ഷനും എല്ലാത്തിനും വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 20 വയസ്സ് കഴിഞ്ഞാലും അടുത്ത വീട്ടുകാർ കൊടുക്കണം പൈസ പഠിക്കാനായിട്ട്. പാരന്റ്സിനെ അല്ലെങ്കിൽ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഭൂരിഭാഗം കുട്ടികളും ഇന്നും നമ്മളുടെ ഇന്ത്യയിൽ ജീവിക്കുന്നത്. പല ടീനേജേഴ്സിനും റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അറിയുകയില്ല. അതിപ്പോ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ പോലും ഡിവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാനായിട്ടുള്ള കാരണം എല്ലാം പാരന്റ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. പാരന്റ്സ് കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ട്, പാരന്റ്സ് എല്ലാം വാങ്ങി കൊടുക്കുന്നുണ്ട്, പാരന്റ്സ് വണ്ടി എടുത്ത് കൊടുക്കുന്നുണ്ട്. പിള്ളേരെ സന്തോഷിപ്പിക്കുകയാണ് പാരന്റ്സ് കൂടുതലും ചെയ്യുന്നത്. അതായത് 10ാം ക്ലാസ് കഴിയുമ്പോഴേ വണ്ടി എടുത്തു കൊടുക്കും, ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന വണ്ടി എടുത്തു കൊടുക്കുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് ചെത്തി നടക്കണം.
കൂടെ ബാക്കിൽ ഒരു പെങ്കൊച്ച്. പേരൻസ് എല്ലാ കാര്യത്തിനും പുറകെ നടക്കാനോ എല്ലാ കാര്യത്തിനും തല്ലാനോ അല്ല, പേരൻസിനെ കുറ്റപ്പെടുത്തല്ല. പക്ഷെ ടീനേജേഴ്സ്, നിങ്ങൾക്ക് ഇതുവരെ അല്ലെങ്കിൽ ഒരു പ്രേമമൊക്കെ സെറ്റാക്കി എടുക്കാനായിട്ട് പ്രയോഗിക്കുന്ന ആ ബുദ്ധി മതി നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇൻഫാക്ച്വേഷൻ നമുക്ക് കുറച്ച് കാലേ നമ്മുടെ ലൈഫിലുള്ളൂ. നമ്മൾ മറ്റൊരു ഫേസ്, നമുക്ക് എപ്പോഴും ജീവിതകാലം മൊത്തം ടീനേജിൽ നിൽക്കാൻ പറ്റില്ല. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ രൂപം മാറും, നമ്മുടെ മൈൻഡ് സെറ്റ് മാറും, നമ്മുടെ ഇഷ്ടങ്ങൾ മാറും, നമ്മുടെ ചിന്താഗതി മാറും, നമ്മുടെ ചുമലിലേക്ക് ഭാരങ്ങൾ കൂടും. അപ്പൊ നമ്മൾ ആ ടീനേജ് ആണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ക്രൂഷ്യൽ ടൈം. ആ ഒരു ടൈം നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ. ടീനേജേഴ്സിന് ആക്ച്വലി റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പോലും അവർക്കറിയില്ല. അവർക്ക് എന്താ, നല്ല ഡ്രസ്സ് ഇടുക, നല്ല ഷൂസ് ഇടുക, നല്ല വണ്ടി കിട്ടുക, നല്ല മൊബൈൽ ഫോൺ കിട്ടുക, ഹെയർ കളർ ചെയ്യുക എന്ന് പോവുക. അതിലെന്തെങ്കിലുമൊക്കെ മുടക്കം പറ്റിയ, അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് ഇല്ലെങ്കിലോ നല്ല മൊബൈൽ ഇല്ലെങ്കിലോ നല്ലൊരു വണ്ടി വാങ്ങി കൊടുത്തില്ലെങ്കിലോ അവർ പാരന്റ്സിനെ ബ്ലെയിം ചെയ്യും. പിന്നെ അവരെ പറയുന്നവരും അവരുടെ വെൽവിഷേഴ്സും ടീച്ചേഴ്സും പാരന്റ്സും എല്ലാവരും അവരുടെ ശത്രുക്കളായി മാറും. പ്രണയമില്ലാത്തവര് എന്തോ മന്ദബുദ്ധികൾ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പലരും കാണുന്നത്. ടീനേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ട്, നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിക്കും എനിക്ക് ഇന്ന ഡൗട്ട്സുകളുണ്ട്, എനിക്ക് അതിനുള്ള ഒരു കറക്റ്റ് ആയിട്ട് മറുപടി വേണം. പാരന്റ്സ് അത്ര കേപ്പബിൾ അല്ല എങ്കിൽ ടീച്ചേഴ്സിനെ സമീപിക്കുക. ടീച്ചേഴ്സിനെ സമീപിക്കുന്ന നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റുകളുണ്ട്, കൗൺസിലേഴ്സുകളുണ്ട്, നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. അതായത് വൈസ് ആയിട്ടുള്ള ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറയുന്നില്ല, ഒരാളിൽ നിന്നല്ല പല ഒപ്പീനിയൻ തേടുക. എനിക്കിപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഉണ്ട്, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ഇപ്പൊ എനിക്കൊരു കുട്ടി കമന്റ് ചെയ്തിട്ടല്ലോ, ഈ കമന്റ് ആ കുട്ടി വയസ്സായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. കാരണം ആ കുട്ടിക്ക് വിദഗ്ധ ഉപദേശം വേണം എന്നുള്ളത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ഒരു കമന്റ് ഇട്ടത്. നമുക്കിപ്പോ ഉപദേശം കിട്ടുന്നത് ചിലപ്പം നമ്മൾ ഒരു അസുഖത്തിന് പോവുകയാണെങ്കിൽ ഒരു ഡോക്ടർ പറയുന്ന കാര്യമല്ലല്ലോ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ മറ്റൊരു ഡോക്ടറിനെ നമ്മൾ സമീപിക്കാറില്ലേ? അതുപോലെ നിങ്ങൾ വിദഗ്ധ ഉപദേശങ്ങൾ തേടുക. കൺഫ്യൂസിംഗ് ആണ്, ഈ ഒരു സ്റ്റേജ് അങ്ങനെയാണ്, നമുക്ക് ഇൻഫാക്ച്വേഷൻ തോന്നും, നമ്മൾ ചെയ്യുന്ന റൈറ്റ് ഡിസിഷൻ ആണോ? നിങ്ങൾ എടുത്ത ചാടി ഇമ്പൾസീവ്നെസ് കാണിക്കാതിരിക്കും. കാരണം എടുത്ത ചാടി നിങ്ങൾ ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. ഈ പറയുന്ന ടീച്ചേഴ്സോ അല്ലെങ്കിൽ പാരന്റ്സോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ മറ്റാരും തന്നെ ഉണ്ടാവില്ല. പറയുന്നുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് ടീനേജ് ആകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്യൂബർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ പ്യൂബർട്ടിയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സെയിം തിങ് ടീനേജ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് ഇൻഫാക്ച്വേഷൻ, എന്താണ് റൊമാൻസ്, എന്താണ് പ്യുർ ലവ്, മാരേജ്, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അതായത് കുട്ടികളുടെ ഓരോ ചലനങ്ങളും പാരന്റ്സ് അറിയേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ കുട്ടി എന്നിവയൊരു കുരുക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും കരകയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ വലിയ പാടില്ല, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട്. ടീനേജിൽ തുടങ്ങുന്ന പല പ്രണയങ്ങളും എത്ര നാളത്തേക്കുണ്ടാവും അന്വേഷിച്ച് നോക്കൂ. ടീനേജിൽ തുടങ്ങിയ പല പ്രേമബന്ധങ്ങളും എത്ര നാള് പോയിട്ടുണ്ടാവും? എത്ര നാളാണ് അത് മാരേജിൽ എത്തിയിട്ടുള്ളത്? അഥവാ മാരേജിൽ എത്തിയാൽ തന്നെ അത് സക്സസ്ഫുൾ ലൈഫ് ആണോ? അവരുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ടീനേജിലേക്ക് കയറുമ്പോൾ മാതാപിതാക്കളായാലും ടീനേജേഴ്സ് സ്വയമെങ്കിലും ഒരു റിയാലിറ്റി ചെക്ക് നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഹൗ ഡു ഐ ഡീൽ വിത്ത് മൈ ഇൻഫാക്ച്വേഷൻ? എനിക്കിപ്പോൾ ഉള്ള ആ ഒരു ഫീലിങ്സ് ഇത് റൈറ്റ് ആണ്? ഞാനിപ്പോ സെലക്ട് ചെയ്യുന്ന ഒരു പാർട്ണർ അല്ലെങ്കിൽ എനിക്കിപ്പോ തോന്നുന്ന ഒരു ഫീലിങ്സ് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയോടാണോ എനിക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത്? ഞാനിപ്പോ എടുക്കുന്ന ഒരു റൈറ്റ് ഡിസിഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യുക. നല്ല പാരന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പാരന്റ്സിന്റെ ഉപദേശം തേടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ ഉപദേശം തേടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഏതൊരു വ്യക്തിയെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഈ ഒരു കാര്യത്തിൽ 1, 2, 3 വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഒപ്പീനിയൻ തേടാവുന്നത്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ, സ്ട്രെസ്, നമ്മുടെ കരിയർ നശിച്ചു, നമ്മുടെ ഫാമിലി ലൈഫ് നശിച്ചു, നമുക്ക് ഇല്ലാത്ത പേരുകൾ കേൾക്കും, നമ്മുടെ കുടുംബത്തിന്റെയും ബന്ധുക്കൾ കുട്ടികളുടെയും മുന്നിൽ നമ്മൾ ഒന്നുമല്ലാത്തവരായി ലോ പ്രൊഫൈലായി പോകും. നമുക്ക് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യാനുള്ള ഈ സമയം നമ്മൾ ഒന്നും അല്ലാതായി തീരും. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും, കോൺസിക്വൻസസ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനും, അല്ലെങ്കിൽ പോട്ടെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് സ്വയം റിയലൈസ് ചെയ്യുക. ടീനേജിലുള്ളത് വെറും ഒരു ഇൻഫാക്ച്വേഷൻ ആണ്, റൊമാൻസ് ആണ്. ആ ഒരു റൊമാൻസ് ഒരിക്കലും സക്സസ് ആവാൻ പോകുന്നില്ല. കാരണം അവിടെ ഒരു ലവ് അല്ല, ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ്. അത് ലവ് എന്ന് തന്നെ പറയാനേ പാടില്ല. ഇപ്പോഴത്തെ ടീനേജേഴ്സ് ചെയ്യുന്ന അവർക്ക് എന്താണ് പ്ലഷർ, എവിടെ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നല്ലൊരു ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഉപദേശം കിട്ടുവാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയല്ല, നിങ്ങളുടെ റോൾ എന്താണ്, നിങ്ങളുടെ കരിയർ എന്താണ്, നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഇത്രയും നാളെ ജീവിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് അർത്ഥമാണുള്ളത്, ഈ ഒരു രീതിയിലൊക്കെ തന്നെ ജീവിച്ചു പോയാൽ നിങ്ങളുടെ ലൈഫിൽ എന്താ കിട്ടാൻ പോകുന്നത്, നിങ്ങൾക്ക് എങ്ങനെ മാറി ചിന്തിക്കാൻ പറ്റും? ഇതുവരെ നമ്മളൊന്നുമല്ല, എങ്ങനെയൊക്കെയോ പഠിച്ച് ഇവിടമാരെത്തി. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ട്, നെറ്റ് ഉണ്ട്, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. അപ്പൊ നമ്മൾക്ക് നല്ലൊരു വ്യക്തിയാവാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രസീവ് ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കും. ഹൗ ക്യാൻ ഐ ബിൽഡ് മൈ ലൈഫ് ഇൻ എ സ്ട്രോങ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ നല്ലൊരു വ്യക്തി ആവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ടീനേജിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. പല ടീനേജേഴ്സും ചിന്തിക്കുന്നത്
ഇന്നലെ എന്തൊക്കെയായി, നാളെ നമ്മൾ ഉണ്ടോന്നും അറിയില്ല, ഇന്ന് നമുക്ക് എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പലരും പോകുന്നത്. അതിപ്പോ ഇങ്ങനെയുള്ള പല മോട്ടിവേഷൻസിലും പറയുന്നുണ്ടല്ലോ, ജീവിതം ചെറുതാണ്, ജീവിതം എൻജോയ് ചെയ്യണം. ഞാൻ പോലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരിക്കലും ടീനേജേഴ്സിന് വേണ്ടിയിട്ടല്ല. കാരണം നിങ്ങൾക്ക് നാളെ ഒരുപക്ഷെ ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റിയിൽ നിന്നാണ് നിങ്ങൾക്ക് നാളെ കിട്ടാൻ പോകുന്ന ഔട്ട്കം. ടീനേജേഴ്സ് ഇന്നത്തെ പ്ലഷറിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. നിങ്ങൾക്ക് നാളെ എന്താണ് ലൈഫിൽ ബെറ്റർ ആവാൻ പറ്റുക, നിങ്ങൾക്ക് ബെറ്റർ ഒരു പൊസിഷനിൽ വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കിട്ടാൻ പോവുക. നിങ്ങൾ ഇന്ന് ഈ കാണുന്ന വ്യക്തിയല്ല, നാളെ നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആവാനായിട്ട് നിങ്ങൾ എന്തൊക്കെ വേണം, ഇതിന്റെ ഒരു ബേസ് നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് നിങ്ങളുടെ ഒരു ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അതായത് 18 വയസ്സായ അല്ലെങ്കിൽ ടീനേജിലുള്ള കുട്ടി ഇത് കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് 8 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പൊസിഷനിൽ ആവണം. ഇപ്പൊ നിങ്ങൾ പ്രേമിച്ചുകൊണ്ട് നടക്കേണ്ട പ്രായമല്ല. ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം ഫോർ യു ടു പ്ലഷറും ആ ഒരു സുഖവും റൊമാൻസും ഒക്കെ ഇനിയാണ്. നിങ്ങളൊരു ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് പ്ലഷർ. ഒരു മാരിറ്റൽ ലൈഫിൽ നിന്ന് കിട്ടുന്ന പ്ലഷറാണ് ലൈഫ് ലോങ്. ടീനേജിൽ കിട്ടുന്ന പലതും നിങ്ങളെ നഷ്ടപ്പെടുത്തിയേ ഉള്ളൂ. എനിക്ക് ഇന്നൊരു കാര്യം ആഗ്രഹിച്ചു, എനിക്ക് ഇപ്പൊ തന്നെ അത് കിട്ടണം, ഇന്നത്തെ സുഖത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇന്നത് കിട്ടിയേ പറ്റൂ, ഇപ്പൊ എനിക്കത് കിട്ടിയില്ലോ, എനിക്ക് ഡിപ്രഷൻ ആവും, എനിക്ക് സ്ട്രെസ് ആവും, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുള്ളൂ. ടീനേജേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വാട്ട് ഐ ക്യാൻ ഡു ഫോർ എ ബെറ്റർ ടുമോറോ, നല്ലൊരു നാളേക്ക് വേണ്ടി എനിക്ക് എന്താണ് ഇന്ന് ചെയ്യാൻ പറ്റുക, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ തുടങ്ങുന്നതാണ് ഒരു കുടുംബം. നാളെ നിങ്ങളൊരു ഭാര്യയാവാം, നിങ്ങളൊരു ഭർത്താവാകാം, നിങ്ങൾക്ക് മക്കളുണ്ടാകാം, കൊച്ചുമക്കളുണ്ടാകാം. അപ്പൊ നിങ്ങൾ എന്താണോ കാണിച്ചു കൊടുത്തത്, നിങ്ങൾ എന്താണോ ഉണ്ടാക്കി വെച്ചത്, അവിടെ നിങ്ങൾ ചെയ്തു വെച്ചതിൽ നിന്നായിരിക്കും നിങ്ങളുടെ ആ ഒരു ജനറേഷൻ ഫ്ലറിഷ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. ടീനേജേഴ്സിന്റെ പാരന്റ്സിനോടും പറയാനുള്ളത്, ഇപ്പോ നിങ്ങൾ അടിത്തറ പാകുക. ഒരു ബെറ്റർ ടുമോറോ, നിങ്ങളുടെ ഒരു നല്ലൊരു കരിയറിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനം നിങ്ങൾ ഇന്ന് പാകിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ലവ്, ഇന്ന് കണ്ടതിനേക്കാളും അതിമനോഹരമായ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് ലൈഫിൽ പിന്നെ എൻജോയ്മെന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇന്ന് നിങ്ങൾ കാണുന്ന ആ ചെറിയ സുഖത്തിനും ചെറിയ പ്ലഷറിനും വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒന്നുമില്ലാതാവും, ലൈഫിന് സ്റ്റെബിലിറ്റി ഇല്ലാതാവും. ഈ അവസാനം ഈ പ്രേമവും കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കാണുന്ന ഒരു ഇൻഫാക്ച്വേഷൻ, ഈ ഒരു റൊമാൻസും കൊണ്ടുപോയാൽ അടിസ്ഥാനമില്ലാത്ത നിങ്ങളുടെ ജീവിതത്തിൽ ഇവർ നിങ്ങൾക്ക് ഒരു ബേർഡനായി പോവുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, ഒരു വീട് കിട്ടുമ്പോൾ അതിന് നല്ലൊരു ബേസ്മെന്റ് കൊടുത്താൽ മാത്രമേ ആ വീട് നല്ല രീതിയിൽ നിലനിൽക്കൂ. സ്ട്രോങ് അല്ലാത്തൊരു ബേസ്മെന്റ് ഇട്ടാൽ ആ വീട് കെട്ടിപ്പൊക്കി എന്ന് മാത്രമേ ഉള്ളൂ, പൊങ്ങിയ പോലെല്ലാം നിലം പതിക്കും. അത്രയും മാത്രം ചിന്തിക്കുക. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫ് ടേണിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ക്രൂഷ്യൽ മൊമെന്റ്, ജീവിതം മാറി മറിയാൻ പറ്റിയ ഒരു സമയമാണ് ടീനേജ്. ഇതാരെ നിങ്ങൾ എങ്ങനെയൊക്കെയോ ജയിച്ചു, പാസ്സായി, ഇവിടെ വരെത്തി. ഇനിയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എന്തായി തീരണം. കുഞ്ഞിനെ നമ്മൾ ചോദിക്കില്ലേ നിങ്ങൾക്ക് എന്താണ് അംബിഷൻ, അത് ചിന്തിക്കേണ്ട സമയമാണ് ഈ ടീനേജ്. ഈ ടീനേജിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫ് ആവും. അപ്പൊ നമ്മൾ ഈ ഒരു പ്രേമം ഇൻഫാക്ച്വേഷനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് ചിന്തിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടില്ല. നമ്മുടെ മൈൻഡും നമ്മുടെ തിങ്കിങ്ങും തോട്ട്സും ഇമോഷൻസും എല്ലാം ഇതിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കൂ. എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് ചോദിക്കാം. എന്റെ നമ്പർ ഇവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്ത് ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്, നല്ലൊരു ലൈഫിലേക്ക് വേണ്ടിയിട്ട്, നല്ലൊരു ഭാവി, നല്ലൊരു ഫാമിലി, നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു കുട്ടികൾ എല്ലാം ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഉണർന്ന് പ്രവർത്തിക്കുക. അപ്പൊ ഡിയർ ടീനേജേഴ്സ്, നിങ്ങൾ ഈ വീഡിയോ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടീനേജേഴ്സിന്റെ ഒരു സബ്ജക്ട് ആകുമ്പോൾ എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു 2-3 പാർട്ടായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ ഡിയർ ടീനേജ്, നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കുന്ന, നിങ്ങളുടെ ഫാമിലി നശിപ്പിക്കുന്ന, നിങ്ങളുടെ ഇമോഷൻസ് നശിപ്പിക്കുന്ന, നിങ്ങളുടെ കരിയർ നശിപ്പിക്കുന്ന ആ ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ആ ഒരു റൊമാൻസ് തൽക്കാലത്തേക്ക് നിങ്ങൾ മറന്നേക്കൂ. നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു. Thank you.